ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവയ്ക്ക് പരിഹാരം കാണാനുള്ള ഞങ്ങളുടെ ശ്രമം. ഉത്തരമെന്ന വാർത്താധിഷ്ഠിത പരിപാടിയുടെ പുതിയ അധ്യായം ആരംഭിക്കുന്നു. സ്വാഗതം. തൃശൂർ ജില്ലയിലെ പട്ടിക്കാട് വനമേഖലയിലാണ് ഇന്ന് ഉത്തരം സംഘം. ഇവിടെ 600-ലധികം കുടുംബങ്ങൾ നിരവധി വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ഈ റിപ്പോർട്ട്. ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ പൂവഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പൂവഞ്ചിറ 5-ാം വാർഡാണ്. ഇവിടെ ഏകദേശം 200ഓളം കുടുംബങ്ങൾക്ക് 70കളിൽ താമസിക്കാൻ വന്നിട്ടുള്ളതാണ് ഇവിടെയുള്ളവർ. ഇതുവരെ പട്ടയം കിട്ടുകയോ കൈവശരേഖ കിട്ടുകയോ ചെയ്തിട്ടില്ല. ഈ ഭൂമി ഞങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നതിനോ പണയം വയ്ക്കുന്നതിനോ കുട്ടികളുടെ വിദ്യാഭ്യാസം, കല്യാണം അതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഞങ്ങൾക്ക് പട്ടയം കിട്ടണം, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയം. ഞങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലോണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഒരു 50 കൊല്ലമായിട്ട് ഇവിടെ ഉള്ളതാണ്. ഞങ്ങൾ അന്ന് തുടങ്ങി ഇത് പട്ടയത്തിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനും ഞാനും ഒക്കെ നല്ലോണം നടന്ന് ഇത് പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് ഇപ്പോൾ തരാമെന്ന് പറയണതല്ലാണ്ട് ഇന്ന് വരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. നാടായാലും നഗരമായാലും മനുഷ്യൻ്റെ പാർപ്പിടം എന്ന ആവശ്യത്തിന് പ്രാധാന്യം ഏറെയുണ്ട്. പാർപ്പിടത്തിനു വേണ്ടി ലോകമെമ്പാടും നടക്കുന്ന പോരാട്ടങ്ങൾക്ക് ഏകദേശം ഒരേ സ്വഭാവം തന്നെയാണ്. എന്നാൽ ഇവിടെ അധികാര കേന്ദ്രങ്ങൾക്ക് സംഭവിച്ച പിഴവാണ് 600-ലധികം കുടുംബങ്ങളെ ഇരുട്ടിലാക്കിയിരിക്കുന്നത്. തൃശൂർ താലൂക്ക് പാണഞ്ചേരി വില്ലേജിൽ ബാബു ഉൾപ്പെടെ 600-ലധികം കുടുംബങ്ങൾ കൈവശം വെച്ച് അനുഭവിക്കുന്ന ഭൂമിക്ക് പട്ടയം നിഷേധിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ ഗൗരവം ഇന്നാട്ടുകാർക്ക് ബോധ്യമാകുന്നത്. ഇവരെ കൂടാതെ പൂവഞ്ചിറ, തേക്കിൻകാട്, ആയോട് പ്രദേശങ്ങളിലെ നിരവധി കർഷക കുടുംബങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള വനമേഖലയോട് ചേർന്ന് ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്നവർ പട്ടയത്തിന് അപേക്ഷ നൽകിയപ്പോൾ തഹസീൽദാറിൽ നിന്നും ഒരു ഉത്തരവ് പുറത്തുവന്നു. വനം വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ പ്രദേശത്തെ കർഷകർക്ക് പട്ടയം ലഭിക്കണമെങ്കിൽ ഭൂമിയിൽ മുൻപുണ്ടായിരുന്ന മരങ്ങളുടെ വില ഒടുക്കണം. ഇങ്ങനെ ബാധിക്കപ്പെട്ടവരിൽ ഒരാളായ ബാബുവിന് മാത്രം 6,50,000 രൂപയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മുമ്പാകെ കെട്ടി പട്ടയം കൈപ്പറ്റാൻ നിർദ്ദേശം ലഭിച്ചത്. 24 വർഷത്തോളമായി ഇതിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് പട്ടയത്തിന് കള്ളാസ് വന്നിട്ടുണ്ട്. പട്ടയം നിങ്ങൾക്ക് കൈപ്പറ്റിക്കോ, കാശ് കെട്ടിക്കോളാൻ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കാശ് കെട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം 2,000 രൂപയെന്ന് പറഞ്ഞു, അതിന് 4,000 കെട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടായില്ല, അങ്ങനെ കിട്ടിയില്ല. അന്ന് പട്ടയം പാസ്സായെന്ന് പറഞ്ഞ് കള്ളാസ് ഞങ്ങളുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ചെല്ലുമ്പോൾ അവർ ഇങ്ങനെ പറയണേ, എല്ലാം ശരിയായി, ഫോറസ്റ്റുകാരുടെ കള്ളാസ് കിട്ടിയാൽ പട്ടയം തരാം. ഞങ്ങൾ എൻ്റെ ഫോട്ടോ ഒട്ടിച്ച് അതുപോലെ എല്ലാ ഇതും ശരിയായിട്ടുണ്ട് ഇപ്പോൾ പട്ടയത്തിന്. ഇപ്പോൾ ഈ പട്ടയത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ ഞങ്ങൾക്ക് ഇടയ്ക്ക് വരുന്നുണ്ട്. ഓരോ പറമ്പിലും നിന്നിരുന്ന മരങ്ങളുടെ ലിസ്റ്റ് കൊണ്ട് ആ മരങ്ങൾക്ക് 6 ലക്ഷം മുതൽ 15-20 ലക്ഷം രൂപ വരെ മരത്തിൻ്റെ വില കിട്ടിയാൽ മാത്രമാണ് പട്ടയം കിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന, അത് ഗവൺമെൻറ്റുകളിൽ നിന്ന് കിട്ടുന്ന അറിയിപ്പ്. ഞങ്ങൾക്കൊരു ലോണോ അല്ലെങ്കിൽ ഒരു വീടിനൊക്കെ ആൾക്കാർക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല. ഒരു കാര്യവും ഞങ്ങൾക്ക് കിട്ടില്ല. ഈ പട്ടയമില്ലാത്ത സ്ഥലമെന്ന് പറഞ്ഞിട്ട് വെറുതെ താമസിക്കാമെന്ന് മാത്രം, വേറെ ഒരു കാര്യവും ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടില്ല. വനത്തിനോട് ചേർന്ന് കർഷകർ കുടിയേറിയ റവന്യൂ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങളുടെ പൂർണ്ണ അധികാരം വനം വകുപ്പിനാണ്. ഈ അധികാരം ഉപയോഗിച്ചാണ് 600-ലധികം വരുന്ന കുടുംബങ്ങളുടെ പട്ടയം നിഷേധിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമാക്കാം. ഭൂമി റവന്യൂ വകുപ്പിൻ്റേതാണെങ്കിലും അതിലുണ്ടായിരുന്ന വൃക്ഷങ്ങൾ വനം വകുപ്പിൻ്റേതാണ്. പക്ഷേ കർഷകർ നട്ടുവളർത്തുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ചെടികൾക്കും അവകാശം കർഷകർക്ക് തന്നെ. അരനൂറ്റാണ്ട് മുമ്പ് മധ്യകേരളത്തിൽ നിന്നാണ് ഈ കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ഇവിടേക്ക് കുടിയേറിയത്. പറമ്പിലെ വലിയ വൃക്ഷങ്ങളെ ശല്യം ചെയ്യാതെ കൃഷി ചെയ്ത് ഉപജീവനം കഴിച്ചുവന്നവരുടെ ഭൂമിക്കുമേലുള്ള അവകാശപത്രത്തിന് തടസ്സമായ സംഭവം നടന്നത് 1996-97 കാലത്താണ്. ഈ ഭൂപ്രദേശത്തെ വനം വകുപ്പിന്റെ അധീനതയിലുള്ള വൃക്ഷങ്ങളാകെ ആ കാലഘട്ടത്തിലാണ് ലേലം ചെയ്തു വിറ്റത്. ഈ കൂപ്പ് മുറിച്ചു പോയി. ഇത് ഫോറസ്റ്റ് ഭൂമിയാണ്. കൂപ്പ് മുറിച്ച് പോയതിനു ശേഷം നമുക്കൊരു രേഖയില്ല, ഒന്നുമില്ല. ഇപ്പോൾ 40 സെൻറ്റ് ഭൂമിയുണ്ട്. അവർ പറഞ്ഞത് ബാക്കി അമ്മയുടെ അനിയൻ്റെ ഒക്കെ വിറ്റു. ഇത് 17 മരത്തിൻ്റെ കണക്ക് അവരുടെ ഇതിലുണ്ട്, ഫോറസ്റ്റ് ഓഫീസിലുണ്ട്. ആ 17 തന്നെ കാശ് അടയ്ക്കാൻ എന്നോട് പറയുന്നത്. അവർ മുറിച്ചിട്ടില്ല, അവർക്ക് അറിയില്ല. ഓ 17 മരം മുറിച്ച് കൊണ്ടുപോയി ലോഡ് കയറ്റിപ്പോയി. അവരുടെ കൂടെ ഞാനും പണിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഷെഡ് കെട്ടി ഈ ഏരിയ മുഴുവൻ മുറിച്ച് പോയി തന്നെ അവർ.
ലേലം നടത്തിയത് സർക്കാർ, മരം മുറിച്ചത് സർക്കാർ, മരം വിറ്റതും പണം കിട്ടിയതും സർക്കാരിന്. എന്നിട്ടും പിഴയൊടുക്കാൻ പ്രദേശവാസികൾക്ക് നോട്ടീസ് വന്നതെങ്ങനെ? ആയോട് കൂപ്പുമുറി എന്നുള്ള ഒരു പേരിൽ അന്നിരുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുന്ന് ഈ മരങ്ങൾ മുഴുവൻ മുറിച്ചു പോയി. 96-97 കാലഘട്ടത്തിൽ ഈ മരങ്ങൾ മുഴുവൻ ഫോറസ്റ്റുകാർ മുറിച്ചിട്ട് പോയതാണ്. ഞങ്ങളിപ്പോൾ പട്ടയത്തിന് അപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ 5-6 പ്രാവശ്യം ഞങ്ങളവിടെ കയറി ഇറങ്ങി. അപ്പോൾ താലൂക്കുകാർ എല്ലാ കാര്യങ്ങളും പേപ്പറുകളൊക്കെ ശരിയാക്കി തന്നു. ഈ ഫോറസ്റ്റുകാരുടെ അടുത്ത് ചെന്നപ്പോൾ ഫോറസ്റ്റുകാർ പറയണത് അവരുടെ കയ്യിൽ കാണാനില്ല, ഇതിൻ്റെ റെസിപ്റ്റുകളൊന്നും കാണാനില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. മരം മുറിച്ചിങ്ങനെ പോയതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസുകളാണ്. ഇവിടെ 10-200 ചില്ലുവാൻ ആൾക്കാരുടെ പറമ്പിൽ നിന്ന് മരം മുറിച്ച് പോയിട്ടുള്ളതാണ്. ഫോറസ്റ്റുകാരും കോൺട്രാക്ടറും അതുപോലെ ആനകൾ വന്ന് കയറ്റി വിട്ടിട്ടുള്ളതാണ്. ഇവിടുത്തെ യൂണിയൻകാർ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് കയറ്റാനായിട്ട്. നാട്ടുകാരും എല്ലാവർക്കും അറിയാവുന്നതാണ്. ലേലം നടത്തിയതിൻ്റെയും ലേലം പിടിച്ചതിൻ്റെയും മരം മുറിച്ചതിൻ്റെയും പഴയ വിവരങ്ങൾ നാട്ടുകാരുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. പക്ഷേ അത് രേഖയായി സൂക്ഷിക്കേണ്ട വനം വകുപ്പിൽ ഒരു തുണ്ട് കടലാസ് പോലും അവശേഷിക്കുന്നില്ല. ചന്ദനം, തേക്ക്, റോസ്വുഡ് പോലുള്ള വിലപിടിച്ച തടികളായിരുന്നു അതെന്ന് നാട്ടുകാർ ഓർക്കുന്നു. സർക്കാർ കൂപ്പ് മുറിച്ചുപോയി. ഇത് ഇവിടുന്ന് കംപ്ലീറ്റ് കയറ്റിപ്പോയി. സംഗതി 2 വർഷമാണെന്ന് എൻ്റെ കണക്കൂട്ടിൽ. ഈ 2 വർഷം കൂപ്പ് മുറിച്ച് ഇവിടുന്ന് സാധനം കയറ്റിപ്പോയതാണ് സർക്കാർ. അല്ലാണ്ട് പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ഇത് കൂപ്പ് മുറിച്ച് പോയതാണ്. വീടിൻ്റെ മുറ്റത്താണ് ആന വന്നിട്ട് ആന താണ കാല് കുറേ നാൾ ഞങ്ങൾ സൂക്ഷിച്ച് ഇത്രയും ഇവിടെ ഒരു വണ്ടി അങ്ങനെ ഒന്നും വരാത്തത് കൊണ്ട് അത് ഞങ്ങൾക്കൊരു വലിയൊരു ഇതായിട്ട് ആ ആനയുടെ കാൽപ്പാട് ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നടന്നായിരുന്നു ഈ താഴത്ത് പതിഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരിപ്പോൾ അതൊന്നും ഇല്ലയെന്ന് പറയണ്. ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് മുറിച്ചു പോയ കടകളുണ്ട്, എന്നല്ലാണ്ട് വേറെ ഒരു രേഖകളും ഞങ്ങളന്ന് എടുത്തിട്ടില്ല. അത്രയ്ക്കുള്ള അറിവൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും തന്നെ ഈ പൈസ കെട്ടി പട്ടയം മേടിക്കാവുന്ന അവസ്ഥയിലല്ല ഞങ്ങൾ. അന്ന് നിന്നിരുന്ന മരങ്ങൾ മുറിച്ച ആ മുറിയിൽ ചെറിയ മരങ്ങളുണ്ടായിരുന്നത് ഈ മരങ്ങളുടെ അടിയിൽ പെട്ട് അത് മുറിഞ്ഞു പോവുകയും ഞങ്ങൾ നട്ടു വളർത്തിയ മരങ്ങളും തെങ്ങ്, അടയ്ക്കാമരം പോലുള്ള മരങ്ങളൊക്കെ ഈ മരത്തിൻ്റെ അടിയിൽ പെട്ട് ചതഞ്ഞരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അന്നൊന്നും ഇതിലെ വണ്ടിയൊന്നും കയറി വരാൻ റോഡ് സൗകര്യമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ആന വന്നിട്ടാണ് ഈ തടി വലിച്ച് ലോറിയിൽ കയറ്റി പോയിട്ടുള്ളത്. ഒരു ലോഡ് മുഴുവൻ അട്ടിയിട്ട് കൊണ്ടുപോയി കയറ്റിപ്പോയായിരുന്നു. ഒക്കെ കംപ്ലീറ്റ് തേക്ക്, ഇരുമുള്ളും മരങ്ങൾ തന്നെയായിരുന്നു. 1996-97 കാലത്തെ രേഖകൾ സർക്കാർ ഫയലുകളിൽ കാണാതായതോടെ ഇവിടത്തെ 600-ലധികം കുടുംബങ്ങളുടെ പറമ്പിൽ നമ്പറിട്ട് സൂക്ഷിച്ച മരങ്ങളുടെ ഉത്തരവാദിത്വം ജനത്തിന്റെ തലയിലായി. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്ന പിന്നെ ഞങ്ങൾ പലപ്പോഴായി ഇപ്പോൾ പട്ടയത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളും ധർണകളും ഒക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ മലയോര കർഷകരെ കൂട്ടി നടത്തുകയുണ്ടായി. ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തവരാണ് ഇതിൽ പലരും. പക്ഷേ ഇപ്പോൾ കിട്ടും എന്നുള്ളൊരു ധാരണയിൽ നിന്നപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പേപ്പർ വന്നിരിക്കുന്നത് മുഴുവനും ഈ പൈസ അടയ്ക്കണം എന്നുള്ളതാണ്. ഇത്രയൊന്നും പൈസ അടച്ച് ഞങ്ങൾക്കിത് വാങ്ങാനുള്ള കഴിവ് ഇവർക്ക് ആർക്കുമില്ല. അധികാരികളുടെ അടുത്ത് DFOൻ്റെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞ സാധനം. അതുപോലെ റേഞ്ചറുടെ അടുത്ത് പോയി റേഞ്ചർ പറഞ്ഞു പൊടിഞ്ഞു പോയി എന്ന് പറഞ്ഞു. രേഖകളൊക്കെ പൊടിഞ്ഞു പോയി, കാണാനില്ല എന്ന് പറഞ്ഞു. കുറച്ച് ആൾക്കാരുടെയൊക്കെ ഉണ്ട്, നിങ്ങളൊന്നും കാണാനില്ല, അങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മരം മുറിച്ചിട്ട് പോയി. അപ്പോൾ പറഞ്ഞ് മരം കയറ്റി പോയാൽ ഉടനെ നിങ്ങൾക്ക് പട്ടയം തരാം, അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞു. എന്നിട്ട് അതും ഇതുവരെ ആയില്ല. പട്ടയം കിട്ടണമെങ്കിൽ വനം വകുപ്പ് നമ്പറിട്ട് പട്ടിക തയ്യാറാക്കിയ വൃക്ഷങ്ങൾക്കാകെ പഴക്കം നിശ്ചയിച്ച് നാട്ടുകാർ പിഴ കൊടുക്കണം. അപ്പോൾ ഉയരുന്ന ചോദ്യം, വനം വകുപ്പിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് രേഖയൊന്നുമില്ല, മറിച്ച് തെളിയിക്കാൻ നാട്ടുകാർക്കാകുമോ എന്നതാണ്. സംഭവം നടക്കുന്ന 1996-97 കാലത്ത് വനം വകുപ്പിൽ വാച്ചറായിരുന്നു മത്തായി. ചാപ്പയടിച്ചു മരങ്ങൾ വിട്ടപ്പോൾ മത്തായി സാക്ഷിയായിരുന്നു. ആന വന്നു, യൂണിയൻകാർ വന്നു, മരം മുറിച്ചു, മരം കൊണ്ടുപോയി. മത്തായിക്ക് സംശയമേയില്ല. ഞാനിവിടെ ഈ സർക്കാരിൻ്റെ ഒരു വാച്ചറായിട്ട് നിന്നിട്ട് ഞാൻ ആനേനെ ഈ നമ്പർ അടിക്കലായിരുന്നു. എനിക്ക് കൂപ്പിൻ്റെ നമ്പർ അടിക്കലുണ്ടായിരുന്നു. പിന്നെ ഈ ആന കോൺട്രാക്ടറെ അതിൽ നമ്മൾ നിന്നു. അപ്പോൾ ആനേനെ പണിയിപ്പിക്കലൊക്കെ നമ്മൾ തന്നെ ഉണ്ടായിരുന്നു. യൂണിയൻകാരൊക്കെ ഇവിടെ ഉണ്ട്. യൂണിയൻകാർ ഇവിടുത്തെ യൂണിയൻകാരുണ്ട്, കനാൽപ്പുറം യൂണിയൻകാരുണ്ട്, അവരൊക്കെയാണ് ആന കയറ്റി. പിന്നെ ഇവിടെ പൂക്കോട്ടിലെ ശിവൻ എന്ന് പറഞ്ഞ ആനയൊക്കെ ഇതായി. ആനയാണ് തടി കയറ്റാൻ കൂടുതൽ ഇതാക്കിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറി വരുമ്പോഴത്തേക്കും ആന പറക്കി വയ്ക്കും, യൂണിയൻകാരെ അടുത്ത് നിൽക്കും. അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ കൂടിയായ ജയ ആ ദിവസങ്ങളെ വളരെ കൃത്യമായി ഓർത്ത് അടയാളപ്പെടുത്തുന്നു.
മാത്രമല്ല അപേക്ഷയിൽ വയ്ക്കാനായി മുദ്ര വെച്ച് ജയ ഒരു സാക്ഷ്യപത്രം കൂടി നൽകി. മുൻപ് പാണഞ്ചേരിയിൽ പഞ്ചായത്ത് മെമ്പറായിരുന്ന സുശീല ഒരു സാക്ഷ്യപത്രം ഇങ്ങനെ ഒപ്പിട്ട് നൽകിയിരിക്കുന്നു. ഞാൻ 1995-99 വർഷങ്ങളിൽ 4-ാം വാർഡ് മെമ്പറായിരുന്നു. 1996-97 വർഷങ്ങളിൽ പൂവൻചിറ തേക്കിൻകാട് പ്രദേശങ്ങളിൽപ്പെട്ട കൃഷിക്കാരുടെ NRF ഭൂമിയിലെ മരങ്ങൾ പട്ടിക്കാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ മുറിച്ച് നീക്കിയിട്ടുള്ളതാണ്. ഈ വിവരം എനിക്ക് നേരിട്ട് അറിവുള്ളതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്നെഴുതിയാണ് സുശീല കത്ത് അവസാനിപ്പിക്കുന്നത്. സുശീല അന്നത്തെ മെമ്പറാണെങ്കിൽ സംഭവങ്ങൾക്ക് സാക്ഷിയായ ജയ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ്. ജയ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ലെറ്റർ പാഡിൽ തന്നെയാണ് സാക്ഷ്യപത്രം തയ്യാറാക്കി നൽകിയത്. റോയ് കെ ദേവസി നിലവിൽ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റാണ്. റോയ് കെ ദേവസിയും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് രേഖാമൂലം തന്നെ മരം മുറിച്ചതിന്റെ സാക്ഷ്യപത്രം നൽകിയിട്ടുണ്ട്. മരം മുറിച്ചുകൊണ്ടുപോയ തൊഴിലാളികളുടെ യൂണിറ്റ് സെക്രട്ടറി CM വർക്കിയുടെ സാക്ഷ്യപ്പെടുത്തലിന് കുറച്ചുകൂടി വ്യക്തതയും വ്യത്യസ്തതയുമുണ്ട്. CM വർക്കിയുടെ സാക്ഷ്യപത്രത്തിന്റെ വായനയിൽ ഇങ്ങനെ ഒരു ഭാഗം ആരംഭിക്കുന്നു. അന്നത്തെ പട്ടിക്കാട് റേഞ്ച് ഓഫീസറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പ്രദീപ് എന്ന കോൺട്രാക്ടർ മുഖേന മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുള്ളതാണ്. തേക്കിൻകാട് ആയോട് പ്രദേശങ്ങളിൽപ്പെട്ട മരങ്ങൾ അന്ന് ഞങ്ങളാണ് ലോറിയിൽ കയറ്റിവിട്ടിട്ടുള്ളത്. കത്ത് അവസാനിക്കുമ്പോഴും വാചകങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങളാണ് ആ മരങ്ങൾ ഡിപ്പോയിലേക്ക് കയറ്റിവിട്ടത്. ഈ വിവരം ബഹുമാനപ്പെട്ട സാറിനെ ബോധിപ്പിച്ചുകൊള്ളുന്നു. കാര്യം ഇതാണ്, സാക്ഷികൾ സാക്ഷ്യപത്രങ്ങളൊക്കെ ശക്തമാണ്. സർക്കാർ ഫയലിൽ നിന്നും രേഖകൾ കാണാതെ പോയതിൻ്റെ ശിക്ഷ ഇനിയും ഇന്നാട്ടുകാർ അനുഭവിക്കണം. രേഖയില്ലാത്തതിൻ്റെ പേരിൽ ഇന്നാട്ടിലെ കുടുംബങ്ങളെ വനംവകുപ്പ് മുൾമുനയിൽ നിർത്തുമ്പോഴും പട്ടയം കയ്യിൽ കിട്ടിയ ചില കുടുംബങ്ങളുണ്ട്. വനംവകുപ്പിന്റെ പരിശോധനയും തീരുമാനവും റിപ്പോർട്ടും അവർക്ക് അനുകൂലമായി വന്നിട്ടുമുണ്ട്. ഫയൽ നമ്പർ 849/2008 ഞങ്ങൾ പരിശോധിക്കുകയാണ്. പട്ടയം നിഷേധിച്ച് പ്രദേശവാസികൾക്ക് പിഴയടയ്ക്കാൻ നോട്ടീസ് ലഭിച്ച് കുറെ മാസങ്ങൾക്ക് ശേഷം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ റിപ്പോർട്ടാണിത്. 23/2/2009 റിപ്പോർട്ട് കല്ലിടുമ്പിൽ നാരായണൻ, ഭാര്യ ജാനകി എന്നിവരുടെ പട്ടയം സംബന്ധിച്ചായിരുന്നു. കല്ലിടുമ്പിൽ നാരായണൻ, ഭാര്യ ജാനകി എന്നിവർക്ക് പട്ടയത്തിൽ അനുമതി ലഭിച്ചിട്ടുള്ളതായി കാണുന്ന ഭൂമിയിൽ ഉണ്ടായിരുന്ന മരങ്ങൾ ഇപ്പോൾ മേപ്പടി സ്ഥലത്ത് ഇല്ലെന്നും വനം വകുപ്പുകാർ മഹസറിൽ ചേർത്ത് മുറിച്ചുകൊണ്ടുപോയതായി മേപ്പടി കക്ഷികൾ അവകാശപ്പെടുന്നതിനാൽ നിജസ്ഥിതി അറിഞ്ഞ കക്ഷികളിൽ നിന്നും വില ഈടാക്കേണ്ടതുണ്ടെങ്കിൽ അത് ഈടാക്കി വിവരം റിപ്പോർട്ട് ചെയ്യാൻ സൂചന 1 കത്തുപ്രകാരം സ്പെഷ്യൽ തഹസീൽദാർ തൃശൂർ നിർദ്ദേശിച്ചിരുന്നു. അതുപ്രകാരം അന്വേഷണം നടത്തിയതിൽ മേപ്പടി ഭൂമിയിലുണ്ടായിരുന്ന മരങ്ങൾ 1996-97 കാലഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കോൺട്രാക്ടർ മുഖേന മുറിച്ചു നീക്കി സർക്കാർ ഡിപ്പോകളിൽ എത്തിച്ചിട്ടുള്ളതാണ് എന്ന് മേപ്പടി സ്ഥലമുടമ കല്ലിടുമ്പിൽ നാരായണനും ഭാര്യ ജാനകിയും പരിസരവാസികളും ബോധിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ മേപ്പടി ഭൂമിയിൽ ഒരു ചീനിമരം മാത്രമാണ് നിൽക്കുന്നത്. മേപ്പടി മരം വർക്ക് ഡൗൺ ചെയ്യുന്നത് സർക്കാരിലേക്ക് ലാഭകരമല്ലാത്തതിനാലാണ് നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നു. മേപ്പടി ഭൂമി ആയോട് കൂപ്പിൽപ്പെട്ട ഭൂമിയാണെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നു. ആയോട് കൂപ്പിന്റെ മരംമുറി സംബന്ധിച്ച ഫയലുകളും മാർക്കറ്റിംഗ് രജിസ്റ്ററും പരിശോധിച്ചതിൽ മാർക്കറ്റിംഗ് രജിസ്റ്ററിലും മഹസറിലും കൈവശക്കാരുടെ പേരും അഡ്രസ്സും മറ്റു വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണുന്നില്ല. മേപ്പടി സ്ഥലത്ത് പഞ്ചായത്ത് വാർഡ് മെമ്പറോടും ലോഡിംഗ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയോടും മറ്റ് പരിസരവാസികളോടും അന്വേഷിച്ചതിൽ മേപ്പടി ഭൂമിയിലെ മരങ്ങൾ 1996-97 കാലഘട്ടത്തിൽ പട്ടിക്കാട് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രദീപ് എന്ന കോൺട്രാക്ടർ മുഖേന മുറിച്ചു നീക്കി സർക്കാർ ഡിപ്പോയിൽ എത്തിച്ചിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞു. മേപ്പടി വിവരങ്ങൾ മേപ്പടിയാന്മാരുടെയും പരിസരവാസികളുടെയും മൊഴികളിൽ നിന്നും സത്യമാണെന്ന് ബോധ്യപ്പെടുന്നു. മേൽവിവരങ്ങൾ അനന്തര നടപടിക്കായി സമർപ്പിക്കുന്നു. മേൽപ്പറഞ്ഞവരുടെ മൊഴികളും ഇതോടൊപ്പം സമർപ്പിക്കുന്നു. പട്ടിക്കാട് റേഞ്ച് ഓഫീസർ മുദ്രവെച്ച ഈ റിപ്പോർട്ടിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നു. ഒരേ സംഭവം, ഒരേ സാഹചര്യം, ഒരൊറ്റ നാട്. പക്ഷെ കുറെ പേർക്ക് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽപ്പെട്ട പലർക്കും പട്ടയം കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് ഇപ്പം അന്വേഷണത്തിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് കിട്ടിയതുപോലെ തന്നെ ഞങ്ങൾക്കും കിട്ടിയാൽ മതി. അത് ഞങ്ങൾക്ക് അവർ ഇതുപോലെ അപേക്ഷ വെച്ചിട്ടൊക്കെയാണ് അവരുടെ പൈസ അടച്ചതായിട്ട് അറിവില്ല. ഈ മുറിച്ചു പോയ മരത്തിൻ്റെ പൈസ ഞങ്ങളോട് അടയ്ക്കാൻ പറയുന്നത് പോലെ അവർ പൈസ അടച്ചതായിട്ടുള്ള അറിവില്ല. അതില്ലാതെ തന്നെയാണ് അവർക്ക് ആ പട്ടയം കിട്ടിയിട്ടുള്ളത്.
മനസ്സിലാക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഞങ്ങൾക്കിപ്പോൾ അത് സംശയമാണ്. രാഷ്ട്രീയ ഒരു ഇതിലാണ് അത് പോയിരിക്കുന്നത് എന്നുള്ള ഞങ്ങൾക്ക് സംശയമുണ്ട്. അതല്ലെങ്കിൽ അന്നിരുന്ന ഉദ്യോഗസ്ഥരുടെ എന്തെങ്കിലും ഒത്താശയോട് കൂടിയിട്ടാണ് അവർക്ക് ആ പട്ടയം കിട്ടിയിട്ടുള്ളതാണെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ ബലമായ സംശയം. ഞങ്ങൾക്ക് പട്ടയം കിട്ടും, അത്യാവശ്യം പുറത്ത് വരുമ്പോൾ പട്ടയം തരും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. നീതി എല്ലാവർക്കും വേണം. ഉത്തരത്തിന് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാടിലെത്താൻ കഴിയുന്നുണ്ട്. രേഖകൾ തന്നെ സംസാരിക്കുന്നു. ഫോറസ്റ്റ് റേഞ്ചറുടെ റിപ്പോർട്ട് ധാരാളം. ഇക്കാര്യത്തിൽ ആദ്യം വനംവകുപ്പിനെ തന്നെ സമീപിക്കാൻ ഉത്തരം തീരുമാനിക്കുകയാണ്. അല്ലാണ്ട് പിന്നെ അതിനെ പറ്റിയിട്ടുള്ള കോപ്പ് മുറിച്ചു പോയതാണ്. 15 സെന്റ് ഭൂമിക്ക് 6.5 ലക്ഷം രൂപയാണ് മുറിച്ചു കടത്തിപ്പോയ മരത്തിന്റെ വിലയായി വനം വകുപ്പ് ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം റവന്യൂ നടപടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ഈ ജനതയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ ഇഷ്യൂൽ എന്താണ്, കേരള ഫോറസ്റ്റ് ലാൻഡ് അസൈൻമെൻറ്റ് റൂൾസ് പ്രകാരము సో గవర్నమెంట్ ఎంత చేయదు കുറച്ച് മരങ്ങൾക്ക് ടീക്ക്, റോസ് വുഡ് ആൻഡ് സാൻഡൽവുഡ് ഈ എല്ലാവരും ഈ മരങ്ങൾക്ക് ഗവൺമെൻറ് പ്രൊപ്പറേറ്റി ఫారెస్ట్ డిపార్ట్మెంట్కి చేయదు ఆ సమయంలో. సో ఆ ఓనర్షిప్ ఆఫ్ దట్ ట్రీస్ విల్ బి విత్ ద ఫారెస్ట్ డిపార్ట్మెంట్. సో the people can take the land, but the ownership of the trees will remain with the forest department. So whenever they go for the cutting or anything, so they have to, whenever you go for the particular land, that is a forest land actually, so given to these people. And according to the Forest Conservation Act, so whenever you are turning this forest land into the normal revenue land, so they have to pay the tree value which is there in that particular land actually. So based on that rule, so we are just calculating the tree value and we are asking the people to pay that value so that they in future they don't have any problem and they can take that land and they can get the patta actually. This is the issue. ബന്ധപ്പെട്ട രേഖകളും ദൃശ്യങ്ങളും വളരെ വ്യക്തമായി പരിശോധിച്ച ശേഷം തൃശ്ശൂർ ജില്ലാ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ശ്രീനിവാസ് ഞങ്ങളോട് സംസാരിച്ചു. So whatever you are saying though, in particular area the forest department has gone for the cutting of trees and still the forest department is asking for that one actually. So for that actually we are checking our records. The records are not available with now. So that's why we actually planning to appoint form a small committee. So these people can go and check the records and which are the areas and where we have done the tree cutting. And in those areas we can exempt the people, like because already the forest department government has already taken the trees from them actually. So we do, these people don't need to pay that one. So for that we are checking that records actually, because that is very old one actually. They have done during the 92 or 93 actually, and that too that is very small area, not that big area actually. We have done very small area, we have done that one. So that is one. And when it comes to the tree value, whether people should be paid or not, it should be decided by the government. Okay, so if the government decide that tree value no need to pay by the people, then we don't have any problem, because this is there in that rule. We are just following that one. Okay, and ഈ മരങ്ങൾക്ക് വില നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് വില നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ അവിടെ മുറിച്ച് കടത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു കമ്മീഷനെ അല്ലെങ്കിൽ സമിതിയെ വെക്കുന്നത്? ചെക്ക് ചെയ്യണം. യെസ്, ഇത് റിക്കാർഡ്സ് ആക്ച്വലി ഇപ്പോൾ അവൈലബിൾ ഇല്ല. సో നമ്മുടെ ఆఫీస్లో, సో అది రేంజ్ ఆఫీస్లో ఉండో వేరే సర్కిల్ ఆఫీస్లో ఉండో, సో జస్ట్ వి నీడ్ టు చెక్ దట్ వన్ యాక్చువల్ సర్చ్. సో ఈ సర్చ్ చేయడానికి వేరే కమిటీ అపాయింట్ చేయగా విల్ జస్ట్ సర్చ్ దోస్ డాక్యుమెంట్. ఇఫ్ ద డాక్యుమెంట్ ఈస్ అవైలబుల్ then we can see that in the particular area lo coup felling cheyedu. So pinne already government tree has taken those trees, so these people no need to pay that one. ഉത്തരം ടീമിൻ്റെ ഇടപെടലിൽ വനം വകുപ്പ് ഒരു സമിതിയെ ഇതിനായി നിയോഗിക്കും. അവർ പഠനം നടത്തും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും. മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലാകെ ഇത്തരം കേസുകളുടെ തീർപ്പിനായി റവന്യൂ വകുപ്പ് വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ ഒരുപക്ഷെ ഈ വിഷയത്തിനും തീരുമാനമുണ്ടായേക്കും. We already informed to this CCF also, and this last week 17th January, so there was a meeting in the Ministry of Revenue. He called for the meeting and I along with the district collector also attended that meeting. So they have decided that this already some land which are already
given to the, the forest clearance already given to the people. Okay, so but out of that only in a total our Thrissur district around 2,300 odd land was forest conservation already converted. So these people are occupying that one. Out of that only some 1,400 hectares revenue people has given the pattas. So rest of the 1,300 hectares they have not given. Okay, so in that case only in minimal cases these tree value issues are there. In rest of the cases, so just they need to found the boundary where they have to, these people occupying the land, and where we have to regularize that area, and where is the survey number, and there are some issues are there. So that need to be sorted at the revenue level. So from our side only, forest department only this tree value only, and the tree value also if the government decides that whether to pay or not to pay, and that we can പ്രശ്നത്തിന് പൂർണ്ണ പരിഹാരമുണ്ടാകുമെന്ന ഉത്തരം നൽകുകയാണ് DFO ശ്രീനിവാസ്. ഈ വിഷയത്തിൽ ഉത്തരം ഒരു ചെറിയ കാലയളവ് കാത്തിരിക്കും. ഇതൊരു അവസാന ഉത്തരമായി കരുതുന്നില്ല. ഞങ്ങളുടെ തുടർ റിപ്പോർട്ടുകൾ ഇതിലുണ്ടാകും. ഉത്തരമെന്ന ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@24news.com. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള മൊബൈൽ ഫോൺ നമ്പർ 8111991265. ഞങ്ങൾക്ക് എഴുതുക. 24 കൈപ്പടമുകൾ, ശിഹാബ് തങ്ങൾ റോഡ്, എറണാകുളം. ഉത്തരം വീണ്ടും അടുത്തയാഴ്ച.